മെക്കിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്നറിയാവോ? ബീഫാണ്. അതാണ് ശത്തന് എലി പുന്നല് കണ്ട മാതിരി ഓടുന്നത്. എന്തൊരു സന്തോഷമാണ്. എൻ്റെ കുഞ്ഞിന് ഇത് കിട്ടാക്കനെയാണ്. വർഷത്തിൽ 1-2 തവണ മാത്രം കിട്ടും. ഇവിടെ അങ്ങനെ ചിക്കനോ ബീഫോ ഒന്നും വാങ്ങിക്കാറില്ല. ചിക്കൻ ഒട്ടുമേ വാങ്ങിക്കത്തില്ല. ഇവന് കരൾ വാങ്ങിച്ചു കൊടുക്കുമെന്നല്ലാതെ നമ്മൾ പോയി ചിക്കൻ വാങ്ങിക്കത്തില്ല. പിന്നെ ബീഫാണെങ്കിലും വർഷത്തിൽ 1-2 തവണ ഈ കുടുംബശ്രീക്കാർ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിക്കുന്ന അത് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വാങ്ങിക്കുന്ന ദിവസം എൻ്റെ കുഞ്ഞ് അടുക്കളയിൽ വന്ന് ഡീസൻ്റായിട്ട് ഇങ്ങനെ കിടക്കും. എത്ര നേരം വേണമെങ്കിലും കാത്തു കെട്ടി കിടക്കും വേകുന്നത് വരെ. പക്ഷേ ഇവൻ്റെ മുമ്പിലോട്ട് ഇതങ്ങോട്ട് പച്ചയ്ക്ക് കൊടുത്താൽ തിന്നോളും. പക്ഷേ നമ്മൾ മുമ്പിലോട്ട് പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തലയിടുകയോ ഒന്നും ചെയ്യത്തില്ല. ഒരാഹാര സാധനത്തിൽ ഇന്ന് വരെയും തലയിട്ടിട്ടില്ല. അത് എവിടുന്ന് കിട്ടിയ ബുദ്ധിയാണെന്ന് എനിക്കറിയത്തില്ല. ചില സമയത്ത് നല്ല പക്വതയും തിരിച്ചറിവാണ്. ഇതുപോലെ നല്ലൊരു കുഞ്ഞില്ലെന്ന് തോന്നുന്നു. ചില സമയത്തോ ഇത് വെറും പോത്തിൻ്റെ കിടാവാണ്. നോക്കിയേ, ആ വിസിലിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ചിന്തയിൽ മൊത്തം ഇപ്പോൾ ഇതായിരിക്കും, ബീഫായിരിക്കും തിന്നുന്നത്. സ്വപ്നം കണ്ട് കിടക്കുകയാണ്. ഇത്രയും നിഷ്കളങ്കത വാരി വിതറിയ മുഖം കാണണമെങ്കിൽ ബീഫ് വാങ്ങിക്കണം. ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലോ ആ കഷ്ണം പെറുക്കി തിന്നും, ചോറവിടെ വെക്കും. ചോറ് വേണേൽ അമ്മ തിന്നു, എനിക്ക് കഷ്ണം മതി എന്ന് പറയും. ഞാനതുകൊണ്ട് കുറച്ച് കഷ്ണമേ കൊടുക്കത്തുള്ളൂ. കാരണം ഓരോ മണിക്കൂർ ഇടവിട്ട് വന്ന് പറയും, ഇന്ന് എനിക്ക് ഭയങ്കര വിശപ്പഞ്ഞ് തന്നേക്കാൻ പറയും. അപ്പോൾ ഈ കഷ്ണം മാത്രം തിന്നും. ഒരുപാട് കഷ്ണമായാൽ വയറിന് കേടായാൽ എന്ത് ചെയ്യും? ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് കിടന്നുറങ്ങും. ബോധം കെട്ട് കിടന്നുറങ്ങുന്നൊരു പൊസിഷനായത്. സന്തോഷമായിട്ട് ഉറങ്ങും. നോക്കി എൻ്റെ കുഞ്ഞിൻ്റെ ശക്തി കണ്ടു.